Hello guys, welcome back to World of Jimmy Lake. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ വീട്ടിലുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ വെച്ചാൽ മേലേക്കോട്ട എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഇതാണ് ഞാൻ പറഞ്ഞ മേലേക്കോട്ട ഗൈസ്. ഇവിടെ നല്ല വ്യൂ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ കൂടെ എന്നത്തെ മാതിരി മാലിക്കുണ്ട്. മാലിക്ക് ഇപ്പോഴൊക്കെ ഉണ്ടാവരുണ്ട്. പിന്നെ നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ആപ്പാപ്പാണ്. ആപ്പാപ്പ എന്ന് വെച്ചാൽ ഇപ്പൻ്റെ അനിയനാണ്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് മാളിലെ ചില ബിൽഡിങ്സ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്. ഗൈസ്, പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ആ പുഴ കടലുണ്ടി പുഴയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളിവിടെ കോഴിക്കോട് എയർപോർട്ടൊക്കെ ആ ഭാഗത്തേക്കാണ് വരുന്നത്. ഗൈസ്, ഇവിടെ ഹൈ റേഞ്ചാണ്. എന്ന് വെച്ചാൽ ഒരു മലയാണിത്. ഈ മലയുടെ പോലെ കുറേ മലകൾ നമുക്ക് അവിടെയൊക്കെ നോക്കിയാൽ കാണാവുന്നതാണ്. പിന്നെ ഗൈസ്, നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സ്ഥലത്തിന് കുറേ ഹിസ്റ്ററികളുണ്ട്. അതിൽ പെട്ടൊരു ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ആ ഫസ്റ്റ് ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ മോൾ ഭാഗമൊക്കെ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതിലൂടെ പോയാൽ കോഴിക്കോട് അങ്ങാടിയിൽ എത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കേവ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ ബുഷിൻ്റെ ഉള്ളിലായിരുന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും പോയി നോക്കാം. ഗൈസ്, നമ്മൾ പറഞ്ഞ കേവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഗൈസ്. ഞാൻ എന്തായാലും നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കേവ്. ഇത് അതിലൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലേക്ക് കൂടെ ഇറങ്ങിയാണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ പോയാലാണ് കോഴിക്കോട് അങ്ങാടിയിലെത്തുക. പണ്ട് കാലത്താണ് ഗൈസ്, ഇപ്പോൾ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ കാട് വന്ന് ഫുള്ള് ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഗൈസ്, നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്നതാണെന്നാണ് പറയുന്നത്. ഇതിലൂടെ ഇങ്ങനെ പോയാൽ കോഴിക്കോട് അങ്ങാടിയിലെത്തും. ഇപ്പോൾ അതൊക്കെ ഗൈസ് മണ്ണുകൊണ്ട് അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ ഹിസ്റ്ററി. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സൺസെറ്റും സൺറൈസൊക്കെ കാണാവുന്നതാണ്. ഗൈസ്, ഇവിടെയൊക്കെ നിറയെ ബുഷസ് ഉണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഈ ടെമ്പിളിനും കുറച്ചൊക്കെ ഹിസ്റ്ററി ഉണ്ടെന്നാണ് പറയുന്നത്. ടെമ്പിളിൽ ഒരു മാവ് മരം ഉണ്ട്. ഈ മാവ് മരമൊക്കെ എത്രയോ വർഷം മുന്നേ ഉള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ മരങ്ങളും ഫുള്ള് പച്ചപ്പുള്ള ഏരിയ ആണ് ഗൈസ്. പിന്നെ ഗൈസ്, ഇത് ഈ ടെമ്പിളിൻ്റെ സൈഡ് ഭാഗമാണ്. മുൻഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മളിപ്പം ഈ ടെമ്പിളിൻ്റെ സൈഡ് ഭാഗത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഗൈസ്, അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ഐലൻഡ് കാണാം. ഗൈസ്, നമ്മുടെ അറേബ്യൻ സീ ആ ഭാഗത്താണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും അത് അറേബ്യൻ സീ ആണ് ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ പാറ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ ഗൈസ്. അവിടെ കുറച്ച് ഡോഗ്സ് ഉണ്ട് ഗൈസ്. നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്ഥലമുണ്ട് ഗൈസ്. നമ്മൾ ഇതിൻ്റെ എൻഡിലെത്താനായിട്ടുണ്ട്. ആ ഭാഗമാണ് ഈ
ഈ സ്ഥലത്തിൻ്റെ എൻഡ്. ഇവിടെയൊക്കെ നല്ല കാറ്റുള്ള ഏരിയ ആണ് ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അത് ഗൈസ് ക്യാമറേൻ്റെ പ്രശ്നമല്ല, സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങോട്ടടിക്കുമ്പം ക്യാമറ ക്ലാരിറ്റി പോവുകയാണ്. ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്. ഗൈസ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ കുറേ ട്രീസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഇത് ഗൈസ് നെല്ലിക്കൻ്റെ പ്ലാന്റാണ്. ലീഫ് കണ്ടാൽ തിരിച്ചറിയാവുന്നതാണ്. ഇതൊക്കെ നെല്ലിക്കൻ്റെ തന്നെയാണ്. ഈ ഏരിയയിൽ 4 നെല്ലിക്കൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ട്രീ നിങ്ങൾക്ക് കാണാം. ഈ ട്രീയുടെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലവർ ഗൈസ് രാവിലെ സമയത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. പക്ഷേ സമയം വൈകുന്തോറും ഇതിങ്ങനെ ചുരുങ്ങി വരും. പിന്നെ ഇതിനൊരു കായ ഉണ്ട് ഗൈസ്. ഈ കായ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ട്രീ. ലെറ്റ്സ് ഗോ. അവിടെ കണ്ട സെയിം ട്രീനെ ഇവിടെ ഉണ്ടാകും. പിന്നെ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാവലിൻ്റെ മരം കാണാം നമുക്ക്. ഇതിന് ലീവ്സ് ഇതാണ് പുതിയതായിട്ട് വന്ന ലീവ്സിനാണ് ഇങ്ങനത്തെ കളറൊക്കെ ഉണ്ടാവുക. പിന്നെ ഇത് ഉണങ്ങിയ ലീവ്സാണ് ഗൈസ്. ഇവിടെ ടോട്ടൽ 3 ഞാവലിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഗൈസ്. ഇങ്ങനത്തെ റിങ്ങിൻ്റെ ഉള്ളിലാക്കിയിട്ട് കുറേ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഉള്ളത് ഈ ബാമ്പു ആണ്. ഈ ബാമ്പു ശരിക്കും ഗൈസ് ഇതിൻ്റെ സ്റ്റെമ്മ് യെല്ലോ കളർ ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ കളറൊക്കെ പോയതാണ്. കാണോ, അതുമ്മൽ യെല്ലോ കളറാണ്. പിന്നെ മുകളിലൊക്കെ ഗ്രീൻ ലീവ്സാണ്. ഈ ബാമ്പുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് ഭയങ്കര കട്ടിയായിരിക്കും, ആഴത്തിലേക്കൊക്കെ പോകും. അതുകൊണ്ട് ഇവിടെ കുറേയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചെറുതാണെങ്കിലും പറിക്കാൻ കഴിയത്തില്ല ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ബെന്നറ്റ് അൽഫോൺസിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സെയിം ട്രീ ഇവിടെയും. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ബൈ.